الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. أشهد أن لا إله إلا الله وأشهد أن محمدا رسول الله. ഇതിൽ കുറച്ച് വെള്ളം എടുത്ത് തണുത്ത വെള്ളം, നല്ല തണുത്ത വെള്ളം വേണ്ട. വേണ്ട, തണുത്ത വെള്ളം വേണ്ട. കാണുന്നുണ്ടല്ലോ അല്ലേ? ഒരു പാൻറ്റിയും ഒരു പുസ്തകം എടുക്കണേ. എടുത്തോ. ഇതില് 173 വരും. ഒരു പേനയും പുസ്തകം എടുക്കണേ. എടുത്തില്ലേ? പുറത്താണെങ്കിൽ വേണ്ട, ഉള്ള ആളുകൾ എടുക്കട്ടെ. ഇത് എഴുതണം നിങ്ങൾ, അപ്പോഴേ മനസ്സിലാവും. ഇവിടെ ഞാനിപ്പോൾ ഒരു കളർ കൊടുത്തൊരു പദം കണ്ടോ നിങ്ങൾ? ലാ തഖ്ശവുന്ന, ലാ തഖ്ശവുന്ന. അതിൻ്റെ മാലി ഖശിയ യഖ്ഷ, ഖശിയ എന്നാ വരിക കേട്ടോ. ഖശിയ റബ്ബ നമ്മൾ ഖുർആനിൽ കണ്ടിട്ടുണ്ടല്ലോ. ഖശിയ, ഖശിയ പേടിച്ചു. യഖ്ഷ എന്നാണ് വരിക. യഖ്ഷ മുലാരി, മുലാരി എന്താ വരിക? യഖ്ഷ. ഖശിയ യഖ്ഷ മുലാരി. റളിയ എന്ന് പറഞ്ഞ പോലെ ഖശിയ മാലിയായ ഫീല് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഫഅല, ഫഇല, ഫഉല 3 രൂപത്തിലും വരും. അപ്പോൾ കതബ, സമിഅ. യാ ഇടുക, അലിഫാണ് വായിക്കുക. യാന് പുള്ളി ഇടണ്ട. യഖ്ഷ അലിഫായിട്ട് മറിയും, അലിഫായിട്ട് മറിയും. റളിയ യർല എന്ന് പറഞ്ഞ പോലെ അലിഫായിട്ട് മാറും. അത് നമ്മൾ നിയമങ്ങൾ കുറച്ചും കൂടി കഴിഞ്ഞാൽ വരും. ഇവിടെ ഇപ്പം നമ്മൾ പറയണത്, നമ്മൾ യഫ്അലു, യഫ്അലാനി, യഫ്അലൂന എന്നല്ലേ നമ്മൾ സർഫാക്കുക അല്ലേ? യഫ്അലു, യഫ്അലാനി, യഫ്അലൂന. ഇവിടെ നമ്മൾ ഇതിൻ്റെ അടിസ്ഥാനമായിട്ട് നോക്കി യഖ്ഷ എന്നല്ലേ, യഖ്ഷയു എന്നുണ്ടാകുക. അതേ രൂപത്തിൽ നമ്മൾ പറയുമ്പോൾ യഖ്ഷയു, യഖ്ഷയാനി, യഖ്ഷയൂന. യഫ്അലു, യഫ്അലാനി, യഫ്അലൂന. ഓക്കെ ആണോ? യഖ്ഷയു, യഖ്ഷയാനി, യഖ്ഷയൂന. ഓക്കെ. ഇനി നമ്മൾ ചെയ്യാണ് അല്ല, ഞാൻ എൻ്റെ അസില് പറയാണ്. അസില് വരുമ്പോൾ യഖ്ഷയു എന്നാണ് വരിക. ഈ യഖ്ഷയു അതും കൂടി പറഞ്ഞിട്ട് പോകാം, ശ്രദ്ധിക്കണേ. യഖ്ഷയു എന്നുള്ളത് യാ ഹർഫു ലഈഫ്. നിങ്ങൾ എഴുതി വെക്കണേ. ഞാനീ പറയണത് നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾ അതിലെ നോക്കണ്ട്. യഖ്ഷയു യാ ലഈഫാണ്, ഒരു ബലഹീനമായ ലെറ്ററാണ്. അതിൻ്റെ മേലെ എന്താ ഉള്ളത്? എന്താ ഉള്ളത്? മേലെ ലമ്മത്താണ് അല്ലേ? യഖ്ഷയു എന്ന് എഴുതുമ്പോൾ ലമ്മല്ലേ? ലമ്മ് ഭാരമുള്ള ഹർക്കത്താണ്. ലമ്മ് സ്ട്രോങ് കൂടിയ ഹർക്കത്താണ്. അപ്പോൾ ഒരു ബലഹീനമായ ലെറ്ററിൻ്റെ മുകളിൽ
ശക്തമായ ഒരു ഹർക്കത്ത് വരിക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. അപ്പം എന്ത് ചെയ്യും? ആ ലമ്മത്തിനെ കളഞ്ഞു. ആ ലമ്മത്തിനെ നമ്മൾ എന്ത് ചെയ്തു? കളഞ്ഞു. അപ്പം എന്തായി മാറിപ്പോ? ലമ്മ് പോയാൽ ലാ യഹ്ഷ എന്നായി അല്ലേ? യഹ്ഷ എന്നായി. യാ അതിൻ്റെ മുമ്പ് ഫത്ത്ഹാണ്, ഷീനക്ക് ഫത്ത്ഹാണല്ലോ. ഫത്ത്ഹിനോട് യോജിച്ചത് അലിഫായതുകൊണ്ട് ആ യാഇനെ മറിച്ച് നമ്മൾ അലിഫാക്കി. യാഇനെ മറിച്ച് അലിഫാക്കി. അപ്പോൾ യഹ്ഷാന്നായി. ഓക്കെ, ക്ലിയർ അല്ലേ റാഫിക്ക? ഇതേ പ്രാണിയാണ് എവിടെ നടക്കുന്നത്? റളിയ യർലാ. അവിടെ യർലയു എന്നുണ്ടാകുക, യർലയു അല്ലെങ്കിൽ യർലബു, രണ്ടും ആക്കാം. ഈ അലിഫും വാവും യാവും ഫത്ഹിനോട്, അതിന്റെ മുമ്പുള്ളത് ഫത്ഹാണ്. ഫത്ഹിനോട് യോജിച്ചത് യാ അല്ല, ഷീനക്ക് ഫത്ഹാണ്, യക്ഷ. അതിനോട് യോജിച്ചത് അതേപോലെ തന്നെ മാദിയിലും വരിക. റമയ എന്നാണ്, റമാ എന്നുള്ളടത്ത് റമയ എന്നാണ്. റമാ, റമയ. കാല, കവല എന്നാണ്, കവല. അതാണ് കാലയായത്. ഫത്തഹിനോട് യോജിച്ചത് അലിഫായതുകൊണ്ട് വാവിനെ മറിച്ച് അല്ലെങ്കിൽ യാഇനെ മറിച്ച് അലിഫാക്കി. നമ്മുടെ വിഷയത്തിലേക്ക് ഇപ്പോൾ എത്തിയില്ല. അപ്പോൾ എവിടെ പോയാലും നമ്മൾ ഏതൊരു ഇല്ലത്തിൻ്റെ ലെറ്റർ ഉള്ള ഒരു പദം നമ്മൾ കണ്ടാലും അലിഫും വാവും യാവും ബലഹീനമായ ലെറ്ററാണോ അത് ചിലപ്പോൾ കളയപ്പെടും, ചിലപ്പോൾ മറിക്കപ്പെടും, ചിലപ്പോൾ വേറൊന്നിലേക്ക് ലയിക്കപ്പെടും. അങ്ങനെയൊക്കെ ആവും. ഇനി നോക്ക്, അടുത്ത് നോക്ക്. യഹ്ഷയാനി, യഹ്ഷയാനി അവിടെ കുഴപ്പമൊന്നുമില്ല. യഫ് അലാനി എന്ന് പറഞ്ഞോടത്തുള്ള യഹ്ഷയാനി. ഈ ഫത്ഹത്ത് ഉണ്ടല്ലോ, ഫത്ഹത്ത്, ഫത്ഹ കസ്റ ലമ്മ ഇവയിലെ ഫത്ഹത്ത്, ഫത്ഹത്ത് ബലഹീനമായ ഹർക്കത്തല്ല. അതുകൊണ്ട് യാ ചുമക്കും, കനല്ലാത്ത ഹർക്കത്ത്. കസ്റും ലമ്മുമാണ് കനമുള്ള ഹർക്കത്ത്, കസ്റും ലമ്മും. അപ്പോൾ ഇത് ഫത്ഹ യഹ്ഷയാനി, അവിടെ മാറ്റമൊന്നുമില്ല, അവിടെ അങ്ങനെ തന്നെ വന്നു. യഹ്ഷ, യഹ്ഷയാനി, യഹ്ഷയു യഹ്ഷയാനി എന്നാണ് നമ്മൾ പറഞ്ഞു. യഹ്ഷയു എന്നുള്ളത് യഹ്ഷ എന്നായി. അടുത്തത് യഹ്ഷയൂന, യഹ്ഷയൂന എഴുതി, യഹ്ഷയൂന എന്ന് എഴുതി. അതിലെന്താ കുഴപ്പമുള്ളത്? കനുള്ള ഹർക്കത്ത് എന്താക്കി? കളഞ്ഞു. യഹ്ഷയൂന എന്നുള്ള യാ ലഈഫായ ലെറ്ററാണ്. അതിൻ്റെ മുകളിലുള്ള ഹർക്കത്ത് ലമ്മത്താണ്. അത് കവിയാണ്, സ്ട്രോങ് ആണ്. സ്ട്രോങ് ഉള്ള ഹർക്കത്ത് ലഈഫായ ലെറ്ററിൻ്റെ മേൽ വരൂല. ആ ഹർക്കത്തിനെ കളഞ്ഞു, ആ ഹർക്കത്തിനെ കളഞ്ഞു. അപ്പം എന്തായി? ഇപ്പോൾ കളഞ്ഞ എന്തായി? ഒന്ന് പറഞ്ഞു നോക്കി. കളഞ്ഞ എന്താ വരിക? യഹ്ഷ, യഹ്ഷ യഹ്ഷയിവ്ന എന്ന് വരില്ലേ? ഒരു വാവില്ല അവിടെ. അല്ല, വാവല്ല, രണ്ട് സുക്കൂനാണേ, ഞാൻ വായിച്ചിട്ടില്ലല്ലോ. റാഫിക്ക, അഫ്സല് ക്ലിയർ അല്ലേ? എഴുതണം കേട്ടോ, എഴുതുമ്പോൾ അത് ക്ലിയർ ആകുക. ഇതിന്റെ ബോർഡ് ഇപ്പോൾ ശരിയായില്ല, ഈ ബോർഡ് ഞാൻ എഴുതി കാണിക്കാം. രണ്ട് സുക്കൂൻ ഒരുമിച്ച് കൂടി യായിനിക്കും വാവിനിക്കും
സുക്കൂനാണ്. രണ്ട് സുക്കൂനുകൾ, സുക്കൂനുള്ള പദങ്ങൾ അടുത്തടുത്ത് വന്നാൽ ഒരു സുക്കൂനുള്ളതിനെ കളയും. ഒരു സുക്കൂനുള്ളതിനെ കളയും. അപ്പൊ യാഇനെ കളഞ്ഞു അവിടെ. ആദ്യത്തേനോട് കളഞ്ഞു. അപ്പൊ എന്തായി? ആദ്യത്തതിനെ യാവും വാവും ഒരുമിച്ച് കൂടുകയാണെങ്കിൽ യായിനെ കളയണം എന്നാണ്. അത് വേറെ നിയമം പറയും. ഇവിടെ നമുക്ക് ഒന്നിനെ കളയാം, യായിനെ കളയും. യാവും വാവും ഒരു കലിമത്തിൽ ഒരുമിച്ച് കൂടിയാൽ അതിൽ നിന്നും യായിനെ കളയാം. വാവ് അലിഫ്, അലിഫാണ് കുറച്ച് എന്താ പറയുക, കുറച്ചും കൂടിയും ഒന്നും കൂടി സ്ട്രോങ് ഉള്ള, ഈ മൂന്നെണ്ണത്തിൽ വെച്ച് ഒന്നും കൂടി സ്ട്രോങ് അലിഫാണ്. പിന്നെ വരുന്നത് ഏറ്റവും സ്ട്രോങ് ഉള്ള ഹർക്കത്ത് ലമ്മാണ്, ഏറ്റവും സ്ട്രോങ്. നമ്മൾ ഖുർആൻ ഓതുന്ന സമയത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഇസ്തീലാൻ്റെ ലെറ്റർ ലമ്മ് വരുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇതായിട്ട് ഓതുക. പിന്നെ കുറച്ചുകൂടി സ്ട്രോങ് ഉള്ളതാണ് ഇസ്തീലാൻ്റെ പഠിച്ചില്ല നമ്മൾ. അതന്നെ ലമ്മ് വരുമ്പോൾ ഒന്ന് വേറെയാണ്, കസ്ര വരുമ്പോൾ ഒന്ന് വേറെയാണ്, ഫത്ഹ വരുമ്പോൾ ഒന്ന് വേറെയാണ്. അപ്പോൾ ആ ഹർക്കത്തിൻ്റെ ഏറ്റവും സ്ട്രോങ് കൂടുതൽ ലമ്മിനാണ്. പിന്നെ സ്ട്രോങ് കൂടുതലുള്ളത് യായിനാണ്. പിന്നെ സ്ട്രോങ് കുറവുള്ളത് ഫത്ഹാണ്. സ്ട്രോങ് എന്ന് പറയാൻ പറ്റില്ല, സ്ട്രോങ് അല്ല ഫത്ഹത്ത്. അപ്പോൾ അതിൽ ഏറ്റവും സ്ട്രോങ് ഉള്ളതിനെ അവിടെ നിർത്തും, വാവിനെ അവിടെ നിർത്തി. സുക്കൂനാണല്ലോ. ഇതിന് ലമ്മുണ്ടായത് ലമ്മിനെയും കളഞ്ഞു, യായിനെയും കളഞ്ഞു. അപ്പോൾ എന്തായി മാറി? യഹ്ഷൗന എന്നായി അല്ലേ? യഹ്ഷൗന എന്നായില്ലേ? യഹ്ഷ, യഹ്ഷയാനി, യഹ്ഷൗന. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഞാൻ എൻ്റെ രണ്ടാമത്തെ പാർട്ട് സർഫാക്കുക. യഹ്ഷ, യഹ്ഷയാനി, യഹ്ഷൗന. തഹ്ഷ, തഹ്ഷയു എന്നുണ്ടാകും അവിടെ, തഹ്ഷ എന്നായി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ യഹ്ഷയു യഹ്ഷ എന്നായ പോലെ. തഹ്ഷയാനി കുഴപ്പമൊന്നുമില്ല, ഫത്ഹത്തായതുകൊണ്ട് കുഴപ്പമില്ല. യഹ്ഷൈന, യഹ്ഷൈന അവിടെയും കളയണമൊന്നുമില്ല, കാരണം അവിടെ ഓൾറെഡി യഹ്ഷൈന യാ അവിടെ മടങ്ങി വന്നു, സുക്കൂനാണ്, കുഴപ്പമൊന്നുമില്ല, കളയേണ്ട ആവശ്യമില്ല. യഹ്ഷൈന, യഫ് അൽന, യഫ് അൽന എന്നുള്ളത് യഹ്ഷൈന, മാറ്റമൊന്നുമില്ല. ഓക്കെ, ക്ലിയർ അല്ലേ ഡോക്ടർ സാഹിബേ? യഫ് അലു യഫ് അലാനി യഫ് അലൂന, തഫ് അലു തഫ് അലാനി യഫ് അൽന. അതേപോലെ യാ അവിടെ വന്നു, യഹ്ഷയു എന്നല്ല ഉള്ളത്, അസല് യാ ആണല്ലോ. അപ്പോൾ യഹ്ഷൈന യഫ് അൽന പോലെ. ലാം ഫീൽ യാ ആണ്, ഓൾറെഡി അങ്ങനെ വന്നു. യഫ് അൽന യഹ്ഷൈന, കുഴപ്പമൊന്നുമില്ല. യാ എനിക്ക് സുക്കൂനാണ്, വ്യത്യാസമൊന്നുമില്ല, കളയേണ്ട ആവശ്യമില്ല, ഒരു കുഴപ്പമില്ല. ഇനി അടുത്തത് പാർട്ട് കേട്ടോ, ഹാദിറിലേക്ക് കിടക്കുക. തഹ്ഷ, തഹ്ഷയാനി, തഹ്ഷയൂന. തഹ്ഷയൂന നമ്മൾ യഹ്ഷയൂന മാറ്റിയ പോലെ ഒക്കെ ഇവിടെ മാറ്റി. അവസാനം എന്താണ്? അപ്പോൾ തഹ്ഷൗന എന്നായി, തഹ്ഷൗന. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി ഇത് നിങ്ങൾ കണ്ടോ? അപ്പൊ ഷെയ്ഡ് ചെയ്തത് കണ്ടോ? ലാ തഹ്ഷവുന്ന, അതാണത്. ഇപ്പം നമ്മൾ പറഞ്ഞ തഹ്ഷൗന എന്ന് പറഞ്ഞില്ലേ, അതാണ്. അവിടെ എന്ത് ചെയ്തു വെച്ചാൽ തഅ്കീദിന്റെ സക്കീലയുടെ നൂന് ചേർന്നു. പിന്നെ നെഗറ്റീവാണ്, മൻഫിയാണ്, ലാ എന്നുള്ളത് അങ്ങനെയും ചേർന്നു. ലയഫ്അലന്ന, ലായഫ്അലന്ന, ലയഫ്അലന്ന, ലയഫ്അലാന്നി, ലയഫ്അലുന്ന. അതുപോലെ തന്നെ ലായഫ്അലന്ന, ലായഫ്അലാന്നി, ലായഫ്അലുന്ന. അതേപോലെ ഇവിടെ എന്ത് ചെയ്തു? തഹ്ഷൗന, തഹ്ഷൗന എന്നുള്ളിടത്ത്
ലാ എന്ന നഫിയും തൗക്കീദിന്റെ നൂനും ചേർന്നു. അപ്പൊ എന്തായി? ലാ തൗക്കീദിന്റെ നൂന് ചേർന്ന് വന്നാൽ മറ്റേ നൂന് പോകുമല്ലോ, ജമ്മിന്റെ നൂന് പോകും, ജമ്മിന്റെ നൂന് പോകും അല്ലേ? ഓക്കെ അല്ലേ? മനസ്സിലാണല്ലോ? അത് നമ്മൾ മുമ്പ് പറഞ്ഞാണ്. ലയഫ് അലന്ന ലയഫ് അലാനി ലയഫ് അലുന്ന, അവിടെ യഫ് അലൂന എന്നുള്ളിടത്താണ് ലയഫ് അലുന്ന എന്നായിരുന്നു. മറ്റേ നൂന് ജമ്മിന്റെ നൂന് പോയി, തസ്നിയാന്റെ നൂന് പോയി, വഹദാൻ മുഅന്നസ് ഹാദിറിന്റെ നൂനൊക്കെ പോവും. ഏത് വരുമ്പോൾ? സക്കീലാന്റെ നൂന് വരുമ്പോൾ. ഇവിടെ സക്കീലാന്റെ നൂന് വന്നുകൊണ്ട് മറ്റേ ജമ്മിന്റെ നൂന് പോയി. യഹ്ഷൗന എന്നുള്ളത്തെ നൂന് പോയി. അപ്പൊ എന്തായി മാറും? ഇവിടെ ലാ തഖ്ശവ്ന അല്ല, അങ്ങനല്ലേ വരിക? ആ നൂന് പോയി, ഇത് ശബ്ദമുള്ള നൂന് വരുമ്പോൾ എന്ത് വരും? ലാ തഖ്ശവ്ന. ഓക്കെ ആണോ? എവിടെ അല്ലേ? തഖ്ശൗന എന്നുള്ളത്, ആ തഖ്ശൗന എന്ന് എഴുതിയിട്ട് നിങ്ങൾ ആ നൂനാണ്ട് കളഞ്ഞു, നൂന് വെട്ടിയിട്ട് ശബ്ദമുള്ള ഒരു നൂന് വന്നു. അപ്പൊ എങ്ങനെ വായിക്കുക? ലാ തഖ്ശവ്ന. അവിടെ രണ്ട് സുക്കൂൻ ഒരുമിച്ച് കൂടി, വാവും അതുപോലെ ശബ്ദുള്ള നൂനിന്റെ ഒന്നാമത്തെ നൂനും, ശബ്ദുള്ള നൂനിന്റെ ഒന്നാമത്തെ നൂനും വാവു സുക്കൂനാണ് അല്ലേ? അല്ലേ? അല്ല അല്ല, പിരിച്ചേണ്ട ആവശ്യമല്ല. ഓൾറെഡി പിരിച്ചാലും പിരിച്ചിട്ടില്ലെങ്കിലും ആദ്യത്തെ നൂന് സുക്കൂൻ തന്നെയാണല്ലോ. സുക്കൂനുള്ള നൂനായതുകൊണ്ടല്ലേ മറ്റേല് ശബ്ദ് വന്നത്. പ്ലസ് എന്നല്ല ന അല്ലേ? ഒന്നില് ബ എന്ന് പറയുമ്പോൾ ബ പ്ലസ് ബ, നെ പ്ലസ് ന. അപ്പോൾ അവിടെ എന്തുണ്ട്? ഇൽത്തിക്കാവും സാക്കിനൈനി, രണ്ട് സുക്കൂനുള്ള വസ്തുക്കൾ ഒരുമിച്ച് കൊണ്ടുണ്ട്. പക്ഷെ അവിടെ കളയാൻ പറ്റൂല. കളഞ്ഞാൽ എന്താവും? പ്രശ്നമാണ്. അവിടെ എന്താന്ന് തിരിച്ചറിയില്ല, ഏത് ഫീലാന്നറിയില്ല, ഹസന എന്നുള്ള ഫീലാന്ന് തോന്നിപ്പോവും. അപ്പോൾ എന്ത് ചെയ്തു ചോദിച്ചാൽ ആ വാവിനിക്ക് ലമ്മ് കൊടുത്തു. ആ വാവിനിക്ക് എന്ത് കൊടുത്തു? ലമ്മ് കൊടുത്തു. വാവിനോട് യോജിച്ചത് ലമ്മാണ്. ഇല്ലല്ല, വാവിനോട് ചോദിച്ചത് ലമ്മാണല്ലോ, അപ്പോൾ ലമ്മാണ് കൊടുത്തു. അപ്പോൾ ലാ തഖ്ശവുന്ന ജമ്മാന്ന് അറിയണ്ടേ നമുക്ക്? അത് ജമ്മാന്ന്, അത് അപ്പോൾ വാവിന് എന്തിനാ ലമ്മ് കൊടുത്ത്? ഗത്യന്തരല്ലാതെ കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മളത് വാവാണോന്നും അറിയില്ല, ജമ്മാണോന്നും അറിയില്ല. അപ്പം നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവിടെ എന്ത് കൊടുത്തു? നമ്മൾ ലമ്മ് കൊടുത്തു. ലാ തഖ്ശവുന്ന, വാവിനോട് ചോദിച്ചല്ലോ. ഇനി അടുത്ത തന്നെ ലാ തഖ്ശയിന്ന എന്നുണ്ട്. അവിടെ യായിനോട് ചോദിച്ച് കസ്റായതുകൊണ്ട് കസ്റ് കൊടുത്തു. ലാ തഖ്ശയിന്ന. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ആകെ ഇതായോ? പുകയോ? അഫ്സലെ, അഫ്സൽ ഇത് ഓതിപ്പോയതാ. ആ, എളുപ്പമാണ്. നമ്മൾ മീസാനിൽ പഠിച്ച ആ എഫ് അലു എഫ് അലാനി എഫ് അലൂന, ആ തഫ്അലു, അതിൻ്റെ അതേ രൂപം തന്നെയാണ് യാ ഉണ്ടെങ്കിലും ഹംസ ഉണ്ടെങ്കിലും അലിഫുണ്ടെങ്കിലും വാവുണ്ടെങ്കിലും ഒക്കെ വരിക. അത് പിന്നെ അലിഫും വാവും യാവും ഒക്കെ ആയതുകൊണ്ട് ചെറിയ ബലഹീനത വന്നതുകൊണ്ട് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി, അത്രേ ഉള്ളൂ. അത് കളയുമ്പോൾ നമ്മളിതിൻ്റെ അസില് വിട്ടുപോകും. അസില് ഇങ്ങനെയാണ്, അസിലിൽ നിന്ന് ഇങ്ങനെ ഈ രൂപത്തിലേക്ക് എത്തി എന്നുള്ളത് നമ്മൾ പറയണം. ഇതേ രൂപം, അത് ഏത് ഫീലാണ് ഇങ്ങനെ വരുന്നത്? കുറച്ച് തന്നെ ഉള്ളൂ. അല്ല, നിയമം എന്ന് പറഞ്ഞത് എന്താ അറിയോ? നിയമം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക നിയമ സംഹിതകളൊന്നുമില്ല. അതെന്താ വെച്ചാൽ ഇങ്ങനെ കുറേ നിയമങ്ങളുണ്ട്. രണ്ട് സുക്കൂനുള്ളത് ഒരുമിച്ച് കൊടുക്കരുത്, ബലഹീനമായ ലെറ്ററിൻ്റെ മേൽ കനമുള്ള ഹർക്കത്ത് കൊടുക്കരുത്, ഇങ്ങനത്തെ കുറേ നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങളൊക്കെ പാടെ യോജിച്ച് ഒരുമിച്ച് ഇതിൽ വന്നത് കൊണ്ടാണ് ഇത്ര കുറച്ച് ബുദ്ധിമുട്ട്. അടുത്ത് വേറെ ഒന്നും കൂടി വരുന്നുണ്ട്. ലാ തഖ്ശയിന്നി, അങ്ങനെ തന്നെ കേട്ടോ. അത് നമ്മൾ
സർഫാക്കി നോക്ക് നിങ്ങൾ. തഹ്ഷ, തഹ്ഷയാനി, തഹ്ഷൗന, തഹ്ഷൈന. തഹ്ഷൈന എന്നാ വരിക. അവിടെ തഹ്ഷയീന എന്നാണ്. ഇവിടെ തഹ്ഷയീന, തഫ്അലീന, തഹ്ഷയീന. ആ യാ തഹ്ഷയീന എന്ന് എഴുതി, തഹ്ഷയീന എഴുതി. ഡോക്ടർ സാഹിബ് പറയുന്നുണ്ട് എന്താ അവിടെ പറ്റിയത്, മാറ്റം വന്നത്. തഹ്ഷയീന. എഴുതിയ റാഫിക്ക് പറയുന്ന ഡോക്ടർ സാഹിബ് അവിടെ അല്ലേ. തഹ്ഷയീന അല്ലല്ല, യഹ്ഷയീന അതിന്റെ മുമ്പ് യാ അർഫ് ലഈഫ്. അവിടെ യാ എനിക്ക് എന്താ കൊടുത്തിരിക്കണ്, കസ്രത്താണ്. കസ്രത്ത് കവി, അത് കവിയാണ്. അപ്പൊ യാന്റെ കസ്രത്തിനെ കളഞ്ഞു. അപ്പൊ യാവും മറ്റേ യാവും തമ്മിൽ സുക്കൂനുള്ളത് ഒരുമിച്ച് കൂടി. തഹ്ഷയീന എന്നുള്ളത് തഹ്ഷ എന്നാവും, അപ്പൊ ആ യായനെ കളഞ്ഞു. അപ്പൊ തഹ്ഷൈന. പിന്നെ നമ്മൾ സക്കീലാന്റെ നൂന് കൊണ്ടുവരികയാണ്, ഷദ്ദുള്ള നൂന്. അപ്പൊ ഈ നൂന് പോകും. അപ്പോൾ ലാ തഹ്ഷൈന എന്നായി. തഹ്ഷയിന. അപ്പോഴും ഇൽത്തിഖാഉസാക്കിനില്ല. അതിന്ന് രക്ഷപ്പെടാൻ വേണ്ടി യായിനോട് ചോദിച്ചത് കസ്റല്ലേ, കസ്ർ കൊടുത്തു. അപ്പോൾ ലാ തഹ്ഷയിന്ന എന്നായി. നേരത്തെ പറഞ്ഞ തന്നെ തഹ്ഷയുന്ന, തഹ്ഷവുന്ന എന്നുള്ളിടത്ത് ലമ്മ കൊടുത്ത പോലെ തഹ്ഷയിന്ന എന്നുള്ളിടത്ത് യായിനോട് ചോദിച്ച് കസ്റ ആയതുകൊണ്ട് കസ്റ കൊടുത്തു. അപ്പോൾ ലാ തഹ്ഷയിന്ന. ക്ലിയർ അല്ലേ ഡോക്ടർ സാഹിബേ? റാഫിക്ക ഓക്കെ അല്ലേ? ഇതറിയാലോ, യാ ലഈഫാണ്, ഹർക്കത്ത് കസ്റത്ത് കവിയാണ്. വാവ് ലഈഫാണ്, ഹർക്കത്ത് ലമ്മത്ത് കവിയാണ്. യാ ലഈഫാണ്, ഹർക്കത്ത് ലമ്മത്ത് കവി. ഇത് നമുക്ക് പറഞ്ഞൂടെ, ഭാരമുള്ളതാണ്. അത് വന്നപ്പോൾ എന്ത് ചെയ്തു, ആ ഭാരമുള്ള ഹർക്കത്തിനെ കളഞ്ഞിട്ട് അപ്പൊ പിന്നെ അവിടെ കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ വരിക എന്നുള്ളത് നമ്മളവിടെ എഴുതണം. എഴുതണില്ലെങ്കിൽ, പറയാൻ കിട്ടുന്നില്ലെങ്കിലാണ് എഴുതേണ്ടത് കേട്ടോ. ഇപ്പോൾ എഴുതാൻ പറഞ്ഞത് നിങ്ങൾക്ക് ബോധ്യപ്പെടാനാണ്. ലാ തഹ്ഷയീന, തഹ്ഷയീന എന്നുള്ളിടത്ത് ആദ്യം അത് എഴുതി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ചിലപ്പോൾ ഒരു ഇത് കൊടുത്തിട്ടുണ്ടാവും, ഇതിലാകും ഇല്ല. ഇനി നോക്കണേ, ലതുബ്ലവുന്ന, ലതുബ്ലവുന്ന. അടുത്തത് ലതുബ്ലവുന്ന. അത് എന്താണ് ഇരിക്കുന്നത് അറിയോ? യുബ്ല, യുബ്ല. യുബ്ല മജ്ഹൂലാണത്. യുബ്ല, യുബ്ല, യുബ്ലയാനി, യുബ്ലൗന. ഇല്ലല്ല, അവസാനത്തെ ബാവും ലാമും പിന്നെ ബലിയത്ത് എന്ന് പറയുക നമ്മൾ, എന്താണ്, പരീക്ഷണം. ഗുന്ന വാവണത്. അല്ലല്ല, എന്ന് പറഞ്ഞാൽ പിന്നെ അത് എന്തില്ല, വയറും എന്തല്ല ലൈഫ് ഇല്ലല്ലോ അതില്. ബാവും ലാമും ഐനും ആകുമ്പോൾ അതൊക്കെ എന്താണ്, സ്ട്രോങ് ലെറ്റർ തന്നെയാണ്. ഇത് ബലാന്ന വരിക, ബലാ യബിലി, ബലാ യബിലി. അതിന്റെ മജ്ഹൂല് ബുലിയ യുബുല, ബുലിയ യുബുല. യുബുലവു എന്നുണ്ടാകുക, യുബുലവു. അവിടെ വാവ് ലഈഫ്,
ഹർക്കത്ത് ലമ്മത്ത് കവിയ്, വാവിൻ്റെ ലമ്മത്തിനെ കളഞ്ഞു. അലിഫിനോട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അലിഫിനോട് ചോദിച്ചത് ഫത്തഹത്തിനോട് ചോദിച്ചത് അലിഫായതുകൊണ്ട് ആ വാവിനെ മറിച്ച് അലിഫാക്കി യുബ്ലാന്നാക്കി. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ യഹ്ഷാന്നാക്കിയ പോലെ തന്നെ യുബ്ലയാനി. അപ്പോൾ അത് കുഴപ്പമില്ല, അവിടെ കുഴപ്പമൊന്നുമില്ല, അവിടെ മാറ്റിയിട്ടൊന്നുമില്ല. യുഫ്അലാനി പ്രശ്നമൊന്നുമില്ലല്ലോ. യുഫ്അലൂന എന്നാ പിന്നെ വരിക. അപ്പോൾ യുബ്ലയൂന യാ ലഈഫായ ലെറ്ററാണ്, അതിൻ്റെ മേൽ ലമ്മത്ത് കവിയാണ്. ആ ലമ്മത്തിനെ കളഞ്ഞു. യാവും വാവും ഇൽത്തിക്കാവു സാക്കിനേനിയായി, അതിൻ്റെ യായിനെ കളഞ്ഞു. അപ്പോൾ യുബ്ലയാനി യുബ്ലൗന യായിനെ കളഞ്ഞല്ലോ, പിന്നെ വാവ് ഉള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്തു? തഅ്കീദിന്റെ സഖീലയുടെ നൂനിനെ കൊണ്ടുവന്നു. അപ്പം അവിടെയുള്ള നൂന് പോയി, അവിടെയുള്ള നൂന് എന്ത് ചെയ്തു? പോയി. അപ്പം നമ്മൾ എന്ത് ചെയ്തു? ല യുബ്ല എന്ന് കൊടുത്തു. അപ്പോഴും ഇൽത്തിഖാഉ സാക്കിനൈനി വന്നു. ആ വാവിനെ നമ്മൾ എന്ത് ചെയ്തു? ലമ്മ് കൊടുത്തു. വാവിനോട് ചോദിച്ചാൽ ലമ്മായിരുന്നു, ലമ്മ് കൊടുത്തു. ല യുബ്ലവുന്ന, അതിൻ്റെ മറ്റേ വേർഷനാണ് മുഖാത്തബിൽ വന്നതാണ് ലതുബ്ലവുന്ന. നേരത്തെ പറഞ്ഞ തന്നെ ലാ തഖ്ശവുന്ന എന്ന് പറഞ്ഞ പോലെ തന്നെ അവിടെ വാവിന് ചോദിച്ച് ലമ്മായതുകൊണ്ട് കൊടുത്തു, ഇവിടെയും വാവിനോട് ചോദിച്ച് ലമ്മായതുകൊണ്ട് ആ വാവിനക്ക് ലമ്മക്ക് ഹർക്കത്ത് കൊടുത്തു. യോജിപ്പിന് വേണ്ടി എടങ്ങേറായതുകൊണ്ട് കൊടുത്തു. അപ്പോൾ ല തുബ്ലവുന്ന എന്നായി. ജസ്റ്റ് നമ്മളൊന്ന് അതിൻ്റെ ഒരു അസിൽ വെച്ചൊന്ന് ആലോചിച്ചാൽ മതി. മറ്റോടത്തെ നമ്മൾ എന്താ പറയാ? ലയുഫ്അലു ലയുഫ്അലന്ന ലയുഫ്അലാനി ലയുഫ്അലുന്ന ലതുഫ്അലന്ന ലതുഫ്അലാനി ലയുഫ്അൽനാനി ലതുഫ്അലന്ന ലതുഫ്അലാനി ലതുഫ്അലുന്ന. ലതുഫ്അലുന്ന പോലെ ലതുബ്ലവുന്ന അതേപോലെ തന്നെ. പക്ഷെ ഇവിടെ എന്ത് ചെയ്തു? ലാംഫീൽ കളഞ്ഞു, അവിടെ വാവ് അവിടെ ഉണ്ടായി. അതപ്പോൾ ചർച്ച. ലാംഫീൽ എന്ത് ചെയ്തു? ഇവിടുത്തെ യായിനെ കളഞ്ഞു, അപ്പോൾ വാവ് അവിടെ സ്ഥിരപ്പെടുത്തി. വാവ് ഏത് വാവാണത്? ജമ്മിൻ്റെ വാവാണ്. ആ ജമ്മിൻ്റെ വാവിനെ അവിടെ സ്ഥിരപ്പെടുത്തി. മറ്റോടത്ത് ജമ്മിൻ്റെ വാവ് സ്ഥിരപ്പെടുത്തിയിട്ടില്ല. എവിടെ? തുഫ്അലുന്ന എന്നുള്ള അവിടെ വാവില്ലല്ലോ. ലാമ് കഴിഞ്ഞാൽ നേരെ നൂനല്ലേ, അവിടെ വാവില്ല. വാവിനെ കളയും. ഇത്തരം ഘട്ടങ്ങളിൽ എന്ത് ചെയ്യില്ല? വാവിനെ കളയില്ല, വാവിനെ അവിടെ നിലനിർത്തുന്നു. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ആലോചിക്കണം, ഒന്നുകൂടി പറയണം. റാഫിക്ക, സുഹേൽ സാറ്, ഇതിവിടെ ഒരു പെട്ടിക്കോളം കൊടുത്തിട്ടുണ്ട്, അത് നോക്കുക. ഇതാണ് ലതുബ്ലവുന്ന. അസ്ല് തുബ്ലവൂന എന്നാണ് അസ്ല്. തുഫ്അലൂന. ഇത് വേറെ രൂപത്തിലാട്ടത്തിൽ അസ്ല് ഒന്നുകൂടി പറയണത്, ആ വാവിനെ അലിഫാക്കി മറിച്ചു. നമ്മൾ പറഞ്ഞത് ആ വാവിനെ ലമ്മ് അർക്കത്ത് കളഞ്ഞ് വാവും ഇത്തിഖാഉ സാക്കിനപ്പോൾ കളഞ്ഞു എന്നാണ്. ഇവരെന്ത് ചെയ്തു വെച്ചാൽ ഈ വാവ് കണ്ടോ, തുബ്ലവൂന എന്നുള്ളത് വാവിനെ അലിഫാക്കി മറിച്ചു. അപ്പോൾ തുബ്ലാവുന എന്നായി. ഇങ്ങനെ അസ്ല് പറയാം, തുബ്ലാവുന. അപ്പോൾ അലിഫിനെ കളഞ്ഞു, അപ്പോൾ തുബ്ലൗന. പിന്നെ തൗക്കീദിന്റെ നൂന് ചേർന്ന് വന്നു. നന്നായി. ആ നൂന് കളയാത്തോണ്ടാണ്. അടുത്തതിൽ ആ നൂനെ കളഞ്ഞു. അല്ല, ഈ നൂന് പോകും നമ്മൾ പറഞ്ഞു. അത് അടുത്ത കോളത്തിൽ എന്ത് ചെയ്തു? ആ നൂനെ കളഞ്ഞു.
ലതുബ്ലവുന്നായി. അപ്പോഴും രണ്ട് സുക്കൂൻ ഒരുമിച്ച് കൂടി. ലതുബ്ലവുന്ന രണ്ട് സുക്കൂൻ ഒരുമിച്ച്. ഈ വാവിനേക്കും ഈ ശദ്ദുള്ള നൂനിൻ്റെ ഒന്നാമത്തെ നൂനിനും അവിടെ എന്ത് ചെയ്തു? വാവിനെ കളഞ്ഞില്ല, അതിന് ലംബ് കൊടുത്തു. ലതുബ്ലവുന്ന എന്നായി. ഓക്കെ, കണ്ട ഈ കോളം ഒന്നുകൂടി വ്യക്തമായിട്ട് മനസ്സിലാവും. ഓക്കെ, ഇവിടെ ഷുൽ സാറ് റാഫിക്ക കേൾക്കുന്നില്ലേ? ഇവിടെ എന്ത് ചെയ്തു വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ വാവ് ലൈഫാണ്, ലമ്മത്ത് കവിയാണ്, ലമ്മത്തിനെ കളഞ്ഞു. ഈ വാവും ഇൽത്തിക്കാക്കിനായപ്പോൾ വാവിനെ കളഞ്ഞു നമ്മൾ പറഞ്ഞു. ഇവിടെ വേറെ രൂപത്തിലാണ് വഹിക്കണം. വാവിനെ അലിഫാക്കിയാണ് മറിച്ചു, എന്നിട്ട് അലിഫിനെ കളഞ്ഞു. ഇവിടെ മറിച്ചിട്ട് കളഞ്ഞു, നമ്മൾ മറിച്ചാതെ കളഞ്ഞു എന്നേ ഉള്ളൂ. രണ്ടു അസുലും പറയാം. പിന്നെ തുബിലവുനായി തൈക്കിയ നൂന് ചേർന്ന് വന്നു. ലതുബ്ലവു നന്നായി. ആ നൂന് കളഞ്ഞു, അപ്പൊ ലതുബ്ലവുന്നായി. ഇൽത്തിഖാഉ സാക്കിനൈനി വന്നു, ആ വാവിനേക്ക് ലംബ് കൊടുത്തു. ലതുബ്ലവുന്ന. ഓക്കെ, ഇനി അടുത്തതാണ് ഇമ്മാ തറയിന്ന. ഇമ്മാ തറയിന്ന, ഇമ്മാ തറയിന എൻ്റെ അസല് തർഅയീന എന്ന് വരിക. തഫ്അലീന, തർഅയീന, തർഅയീന. ഇതുപോലെ തഫ്അലീന പോലെ യഫ്അൽ യഫ്അലാനി അങ്ങനെ സർഫാക്കി പോകുമ്പോൾ തഫ്അലീന വരുന്നത്. അതുപോലെ തന്നെ യർആ യർഅയാനി യർഔന, തർആ തർഅയാനി തർഅൈന, യർആ തർആ തർഅയാനി തർഔന, തർഅൈന തർഅയാനി തർഅൈന, അർആൻ അർആ എന്നാണ് അതിൻ്റെ വരിക. അത് ഒന്നുകൂടി നേരാക്കിയിട്ട് യറാന്ന് പറയാം. അലം തറ കൈഫ ഫഅല റബ്ബുക കേട്ടില്ലെങ്കിൽ അലം തറ, അവിടെ തറ തർ ആന്നുണ്ടാകുക അസ്ല്. ആ ഹംസനെയും കളയാണ് അവിടെ. ഇവിടെ നോക്കി നിങ്ങൾ ശ്രദ്ധിക്കണേ. തർഅയ്ന എന്നാണ് അസ്ല്. ഒന്ന് വലുതായി കാണിക്കാം. തർഅയ്ന ഇതാണ് ഇമ്മാ തറൈനയുടെ അസ്ല്. തർഅയ്ന, തർഅയീന, തഫ്അലീന പറഞ്ഞ പോലെ. ഇതെന്ത് ചെയ്തു നമ്മൾ? ഹംസന്റെ ഹർക്കത്ത് മുമ്പുള്ള റായിനി കണ്ടു കൊടുത്തു. അപ്പോൾ തറഅയീന. ഈ ഹംസന്റെ ഹർക്കത്ത് എന്ത് ചെയ്തു? ഇവിടെ കാണുന്ന ഹംസയുടെ ഹർക്കത്ത് നമ്മൾ എന്ത് ചെയ്തു? ഈ ഹംസന്റെ ഹർക്കത്ത് അതിന് മുമ്പുള്ള റായിനി കണ്ടു കൊടുത്തു. ഈ ഹർക്കത്തിന് അത് എങ്ങനെ വന്നു? ഒരു മിനിറ്റ്, കട്ടായി. ഈ ഹംസന്റെ അർത്ഥത്തെ എന്ത് ചെയ്തു? നമ്മള് അതിന്റെ മുമ്പുള്ള റായിന് കൊടുത്തു. അപ്പൊ തറഅയീന, തറഅയീന. പിന്നെ എന്ത് ചെയ്തു? ആ ഹംസനണ്ട് കളഞ്ഞു. അപ്പൊ തറയീന, തറയീന ഹംസനണ്ട് കളഞ്ഞു. പിന്നെ പിന്നെ ഈ യായിന് കസ്രത്താണല്ലോ. യായിന് ഹർക്കത്ത് കസ്രത്ത് കവിയാണ്. അപ്പൊ യായിന്റെ ഹർക്കത്തിനെ കളഞ്ഞു. അപ്പൊ തറയീന, തറയീന, രണ്ട് സുക്കൂൻ ഒരുമിച്ചു. പിന്നെന്ത് ചെയ്തു? ആ യായിനെ കളഞ്ഞു. അപ്പൊ തറൈന എന്നായി. തറൈന. പിന്നെ ഇമ്മ, ഇമ്മ ഈ ജസ്മിന്റെ അക്ഷരാണ് ഇൻ എന്നുള്ളത്. ഇൻ ലം ലമ്മ ലാമുൽ അംരി എന്ന് പഠിച്ചിട്ടുണ്ട്. ആ ജസ്മിന്റെ അക്ഷരം വന്നപ്പോൾ ഈ നൂന് കണ്ടോ? ഇവിടെ കണ്ട ഈ തറൈന എന്നുള്ളത് നൂന് പോയി. അപ്പൊ ഇമ്മ തറൈനായി. പിന്നെ തൈക്കീദിന് നൂന് ചേർന്ന് വന്നു. അപ്പൊ ഇമ്മ തറയിന്നായി.
പിന്നെ ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? യായിനെ കളയാൻ പറ്റൂല്ലോ, ഇൽത്തിഖാ സാക്കിനിന് വന്നല്ലോ അവിടെ. യായിനെ കളയാൻ പറ്റൂല. അപ്പം അതിന് കസ്ർ കൊടുത്തു, ഇമ്മ തറയിന്ന എന്നായി. ഇമ്മ തറയിന്ന. നിങ്ങൾ ഒറ്റ പദം ഇമ്മാ തറയിന എന്നുള്ളത് തറഈന എന്നുള്ളതിൽ നിന്ന് തറഈന എന്നതിലേക്ക് മാറി, പിന്നെ തറയീന എന്നതിലേക്ക് മാറി, തറയീന എന്നുള്ളതിലേക്ക് മാറി, തറയുന എന്നതിലേക്ക് മാറി, പിന്നെ ഇമ്മാ തറയിന്നായി, പിന്നെ ഇമ്മാ തറയിന്നായി, പിന്നെ ഇമ്മ അവസാനം ഇമ്മാ തറയിന്ന. ഇവിടെ ഡോക്ടർ സാഹിബ് ഇവിടെ ഓക്കെ അല്ലേ? എവിടെ കേൾക്കുന്നില്ലേ? ഇത്രയാണ് അതിൽ പറഞ്ഞത്. ഇവിടെ എന്ത് ചെയ്യൂല? യാവും ജമ്മിൻ്റെ വാവും വഹദാൻ അതിൻ്റെ യാവും കളയില്ല. ഇവിടെ ലാംഫീലാണ് കളഞ്ഞിരിക്കുന്നത്. ലാംഫീൽ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ലെറ്റർ. തറയിന്ന തറയിന്ന എന്നുള്ളടത്ത് പിന്നെ എന്തായാലും അവിടെ ഹംസയും കളഞ്ഞിട്ടോ. റഅ എന്നാണ് ഫീല്. റഅ റഅയ്തു എന്നൊക്കെ പറഞ്ഞില്ല നമ്മൾ. റഅയ്തു ഞാൻ കണ്ടു. റഅ അവൻ കണ്ടു. അതിൻ്റെ മുലാരി യർആ എന്നാണ് ശരിക്കും വരേണ്ടത്. പക്ഷെ ഹംസനെയും കളഞ്ഞിട്ട് യറാ എന്നാണ് പറയാം. യറാ. അപ്പോൾ മുലാരിയിൽ 3 അക്ഷരമാണ്. ഒന്ന് യാവും പിന്നെ റാവും പിന്നെ ഒരു അലിഫും. യറാ. അതിങ്ങനെ വന്നപ്പോൾ തറയിന്ന. യറാ യറയാനി യറൗന, തറാ തറയാനി യറൈന, തറാ തറയാനി തറൗന, തറൈന തറയാനി തറൈന, അറാ നറ. അങ്ങനെയാണ് ഈ വരിക. ഇവിടെ സുഹേൽ സാറേ എന്തൊന്നും മുണ്ടാത്ത? ക്ലിയർ അല്ലേ? ഇതൊരു ഇത് കാണിച്ചതാണ് നമ്മൾ. അതിൻ്റെ പട്ടിക കാണിച്ചു. തഫ്അലി ഞാൻ തന്നെ അതിൻ്റെ ലഈഫായ ലെറ്റർ അതിന് കസ്റത്ത് ഭാരമായി വന്നാൽ ആ കസ്റത്തിനെ കളയും. കസ്റത്ത് ഭാരാണ്, ലമ്മത്തും ഭാരാണ്. ഫത്ഹത്ത് മാത്രമേ നിൽക്കുള്ളൂ. ഫത്ഹത്ത് മാത്രമേ എന്താവുള്ളൂ. തഖ്ശൈന എന്നോട്ട് യാന് സുക്കൂനല്ലേ, കുഴപ്പമില്ല. തഫ്അലീന കുഴപ്പമില്ലല്ലോ. തഫ്അലീന സ്വഹീഹന്നല്ലേ? തഫ്അലീന. തഖ്ശയീന എന്ന് വരിക. തഖ്ശയീന. ആ തഖ്ശയീന എന്ന് വരുമ്പോൾ യാ ലൈഫാണ്. അപ്പൊ കസ്രത്ത് കവിയാണ്. യാന്റെ കസ്രത്തിനെ കളഞ്ഞു. പിന്നെ യാവും വേറൊരു യാവും ഉണ്ടല്ലോ അവിടെ, അതും തമ്മിൽ സുക്കൂനുള്ള 2 ഒരുമിച്ച് കൂടിയപ്പോൾ ആദ്യത്തെ യായിനെ കളഞ്ഞു. അപ്പൊ തഖ്ശൈന എന്നായി. ഒറ്റ യായ പിന്നെ ഉള്ളൂ. തഖ്ശൈന. തഖ്ശൈന അവിടെ തഖ്ശൈന എന്ന് വരിക. അഖ്ശ നഖ്ശ. മതി, അത്ര മതി. അത് കേട്ട് നാളെ നമുക്ക് ഒന്നുകൂടി സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ